ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പറയാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞൊരു കാര്യമാണല്ലോ, നമുക്കിപ്പോൾ KSRTC ഫ്രീ ആയിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ഉപകാരമുണ്ടോ ഉപദ്രവമാണോ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതിനുള്ളൊരു അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നിട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. അതായത് നമ്മൾ ഈ KSRTC ഫ്രീ ആണ്, പ്രിയദർശിനി എന്നുള്ള KSRTC ഫ്രീ ആണ്. പക്ഷേ അത് ഉപകാരപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ഡെയിലി വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് അത് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് ആ ആളുകൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ, ഞാനൊരു പാർട്ടിയോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്തൊന്നുമല്ല, എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ത്രീകൾ ഒറ്റയ്ക്ക് പോകാത്ത സ്ത്രീകളുണ്ടായിരിക്കും. അവർക്കൊരു കുട്ടിയെങ്കിലും കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതൊരു ആൺകുട്ടിയാണെങ്കിൽ പറ്റുമോ? ഇല്ല. അവിടെ ഒരു പെൺകുട്ടിനെ തേടി തിരഞ്ഞു പോകാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ സ്ത്രീകൾക്ക് മാത്രം എന്നുള്ളത് ഭയങ്കര കഷ്ടം തന്നെയാണ്. മാത്രമല്ല, നമുക്കിപ്പം ഇതിന് മുമ്പേ ഈ BPL കാർഡുള്ള ആളുകൾക്ക് ഒരു 1000 രൂപ നമ്മുടെ പിണറായി സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് 2 മാസം അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ അവർ ജയിക്കാൻ വേണ്ടിയിട്ട് എന്തോ ആവട്ടെ അവർ തന്നു. പക്ഷേ ഈ KSRTCയേക്കാളും വീട്ടിലിരിക്കുന്ന ആ സ്ത്രീകൾക്ക് അതാണ് വളരെ ഉപകാരപ്പെട്ടതെന്നാണ് എനിക്കറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തി ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ട് നമുക്കൊരു ഉപകാരപ്പെടുന്ന രീതിയിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ KSRTC ഫ്രീ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലേ. ഇപ്പം നമ്മളെ സാധാ ബസ് ഉടമകൾക്ക് അതുകൊണ്ട് പ്രയാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് പുരുഷന്മാർക്കും കൂടി ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്കതൊരു വളരെ ഉപകാരമായിരിക്കും. കാരണം നമ്മളെ കൂടെ വരാൻ ആളുണ്ടാകും, നമുക്ക് പോകാൻ കഴിയും. ഇതിപ്പോൾ ഒരു KSRTC, അതും എല്ലാ KSRTCക്കും ഈ ഒരു ഇതില്ല. നമ്മളിപ്പോൾ തിരഞ്ഞു പിടിച്ച് നമ്മൾ പോകണം. അതിനൊക്കെ ഒരു സാധാരണ ഒരു സ്ത്രീക്ക് പറ്റുമോ? ഇപ്പോൾ ഡെയിലി വർക്കിന് പോകുന്ന സ്ത്രീകൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഗുണകരമായിരിക്കും. അവർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടായിരിക്കും. ഒരുപാട് പേര് ഉപകാരം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ ശ്രമിച്ചിട്ട് ഇത് മാക്സിമം ഒഴിവാക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. ഇത് ഒഴിവാക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണം, നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷന് അതിന് ഏത് കാർഡിലുള്ളവർക്ക് കൊടുത്താലും കുഴപ്പമില്ല, എല്ലാ സ്ത്രീകൾക്കും തന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആ ഒരു 1000 രൂപ മാസം മാസം കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഉപകാരമായിരിക്കും അല്ലേ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ KSRTC ഒരുവിധം സ്ത്രീകൾക്കൊന്നും ഉപകാരമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളൊക്കെ അത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം ആവാറായിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും ഇതുവരെ അതിൽ കയറിയിട്ടില്ല. കാരണം എപ്പോഴും യാത്ര പോകുന്ന സ്ത്രീകളല്ല നമ്മളൊന്നും. അപ്പം അതുകൊണ്ട് ഏറ്റവും നമുക്ക് ഉപകാരപ്പെട്ടത് ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഏത് പാർട്ടിയെയും കുറിച്ചിട്ട് പറയല്ല, എനിക്കൊരു പാർട്ടിയും ഇല്ല. പക്ഷേ നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഒഴിവാക്കാതെ നമുക്കത് വന്ന് കിട്ടണം എന്നുള്ളത് തന്നെയാണ്. KSRTC കൊണ്ട് നമുക്കൊരു ഉപകാരവും ഇല്ല, ഒരു ദിവസം പോലും നമുക്ക് പോകാൻ കഴിയുന്നുമില്ല. കാരണം അങ്ങനെയാണ്. ഓക്കെ.